ലോകത്തെ സുന്നി ഷിയ രണ്ട് വിഭാഗക്കാരാണ്. സുന്നികളുടെ കണ്ണിൽ, ഷിയാക്കളുടെ കണ്ണിൽ സുന്നികളുടെ മതപരമായ സ്ഥാനം എന്താണ്? അതുപോലെ തന്നെ തിരിച്ചും സുന്നികളുടെ വീക്ഷണത്തിൽ ഷിയാക്കളുടെ സ്ഥാനമുണ്ടാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഷിയാക്കളുടെ ഗ്രന്ഥത്തിൽ നാസിബി എന്ന പ്രയോഗമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ എന്താണ് ഈ നാസിബി? നമ്മുടെ യഥാർത്ഥത്തെ സാധാരണക്കാരായ സുന്നികളെ പറ്റിയിട്ടാണോ ഇതിൽ പ്രയോഗിച്ചിട്ടുള്ളത്? അപ്പോൾ നമുക്ക് ഷിയാക്കൾ കൂടുതലുള്ള പ്രദേശത്ത് പോയി നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്താണ് വ്യത്യാസം എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ചില സന്ദർഭങ്ങളിൽ ഷിയാക്കൾ ഇപ്പോൾ നമ്മുടെ മദീന പള്ളിയിലടക്കം ചിലപ്പോൾ വരാറുണ്ട്, ഹറമിലടക്കം വരാറുണ്ട്. ഹറമിലൊക്കെ അടക്കം വരുന്ന സന്ദർഭങ്ങളിൽ ഖിബല പോലും തെറ്റിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഖിബല പോലും തെറ്റിക്കുന്നത് കാണാൻ കഴിയും. മാത്രമല്ല അവർ വേറെ ദിശയിലേക്ക് തിരിയുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല അഹ്ലുസുന്നയുടെ ആളുകളോട് അവരുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ ദീനിൽ വക്രീകരണം നടത്തിയ ആളുകളാണ് ആര്? അഹ്ലുസുന്നത്തി വൽ ജമാ. ദീൻ മറച്ചു വെച്ച ആളുകളാണ് ആര്? അഹ്ലുസുന്നത്തി വൽ ജമാ. ദീൻ മറച്ചു വെച്ചു എന്ന് അത്രത്തോളം പറഞ്ഞു വെച്ചാൽ ഈ അഹ്ലുസുന്നയിലെ ഒന്നാമത്തെ ആൾ, റസൂൽ കഴിഞ്ഞാൽ ഒന്നാമത്തെ ആൾ ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനുമാണ്. രണ്ടാമത്തെ ആളാരാ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിനുമാണ്. ഇനി സ്ത്രീജനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാ? ആയിഷ ബിവി, റസൂലുള്ളാഹിൻ്റെ ഭാര്യയാണ്, മുഹദ്ദിസത്താണ്, ഹദീസുകൾ നിരൂപണം ചെയ്ത, അത് പറയുന്ന, പഠിപ്പിക്കുന്ന പണ്ഡിതയായ ആലിമത്തായ സ്ത്രീയാണ് ആയിഷ ബിവി, ഉമ്മുൽ മുഅ്മിനീനാണ്. അപ്പോൾ അഹ്ലുസുന്നയുടെ പ്രഥമ അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം അല്ലെങ്കിൽ അതിൻ്റെ തല എന്നൊക്കെ പറയാൻ കഴിയുന്ന ആളുകളോട് പോലുമുള്ള ഷിയാക്കളുടെ സമീപനമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെപ്പോലും ഉൾക്കൊള്ളുന്നില്ല. ആരെ? സ്വഹാബികൾ. ആ സ്വഹാബികളിൽ 3 പേരല്ലാത്തവരെല്ലാം മുർത്തദ്ദുകളാണ് എന്നാണ് ആരുടെ വാദം? ഷിയാക്കളുടെ വാദം. 3 പേർ. അതുകൊണ്ടാണ് സ്വഹീഹ് ബുഖാരി അവർ സ്വീകരിക്കാത്തത്, സ്വഹീഹ് മുസ്ലിം അവർ സ്വീകരിക്കാത്തത്. കാരണം അതൊക്കെ സ്വഹാബികളിലൂടെ വന്ന റിപ്പോർട്ടുകളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഹദീസുകളെപ്പോലും തള്ളുന്ന അവസ്ഥയിലേക്ക് ഷിയാക്കൾ മാറിയത് എന്തെന്ന് ചോദിച്ചാൽ അവർ ഈ സ്വഹാബികളെപ്പോലും ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ളവരായി അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ മുർത്തദ്ദുകളായി പോയി എന്ന് വാദിക്കുന്ന വാദികതകൾ അവതരിപ്പിക്കുന്ന ഷിയാക്കളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നയും അതിനെ പ്രതിരോധിച്ചത് ഒരു വൈജ്ഞാനിക തലത്തിൽ നിന്നിട്ട് തന്നെയാണ്. കാരണം നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ അതിൽ നല്ല ഒരു ഭാഗം, വലിയൊരു ഭാഗം ഫിത്നകളെ സംബന്ധിച്ച് പറയുന്ന ഭാഗമാണ്. ഫിത്നകൾ അഥവാ പിൽക്കാലഘട്ടത്തിൽ പ്രവാചകൻ്റെ കാലഘട്ടത്തിന് ശേഷം വരാവുന്ന ഫിത്നകളെ സംബന്ധിച്ചുള്ള വളരെ വലിയ പഠന വിഭാഗം തന്നെ ഇസ്ലാമിക രംഗത്ത്, ഹദീസിൻ്റെ രംഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല തർക്കബുന്ന തബക്കൻ അൻ തബക്ക് എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തിന് മനുഷ്യൻ്റെ അപ്ഡേഷൻ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ അപ്ഡേഷനെ സംബന്ധിച്ച് പറയുന്ന ഒരു വചനമാണത്. മനുഷ്യർ ഇങ്ങനെ മാറും അല്ലെങ്കിൽ ഓരോ തബക്കുകളായി മാറും എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഒരു വ്യാഖ്യാനം എന്താണെന്ന് ചോദിച്ചാൽ അത് 20 കൊല്ലങ്ങൾ കഴിയുമ്പോൾ മനുഷ്യർക്കിടയിൽ പുതിയ ഫിത്നകൾ ഉണ്ടാവുന്നു. 20 കൊല്ലം കഴിയുമ്പോൾ ഇങ്ങനെ പുതിയ ഈ ഫിത്നകൾ, കുഴപ്പങ്ങൾ ഇങ്ങനെ പുതിയതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വ്യാഖ്യാനം നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് ഹജ്ജാജ് ബിൻ യൂസുഫിനെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിലെ ചില പ്രശ്നങ്ങളെ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ആയിരിക്കില്ല നാളെ, ഇതിനേക്കാൾ കൂടുതൽ ഫിത്നകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നാണ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്. അപ്പോൾ ഈ രൂപത്തിൽ ഒരു ഫിത്ന സമൂഹത്തിൽ ഉണ്ടാകും എന്ന് മാത്രമല്ല ആ ഫിത്നയുടെ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ട പ്രതിരോധം എന്തായിരിക്കണം എന്നുകൂടി കണ്ടറിഞ്ഞു ജീവിച്ച ആളുകളാണ് ആര്? അഹ്ലുസുന്നത്തി വൽ ജമാ. അതുകൊണ്ട് തന്നെ ഷിയാക്കൾ രൂപപ്പെട്ട ഷിയാക്കൾ വന്ന ആദ്യഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും അവർ വന്നിട്ട് ആദ്യം വാദിച്ചത് വസിയ്യവാദമാണ്. ഫസ്റ്റ് വാദം അബ്ദുല്ലാഹിബ്നു സബഅ അവതരിപ്പിച്ചത് വസിയ്യവാദമാണ് അവതരിപ്പിച്ചത്. എന്ന് വെച്ചാൽ ലിക്കുല്ലി നബിയ്യിൻ വസി, എല്ലാ പ്രവാചകനും വസി ഉണ്ടാവും. മൂസാ നബിക്ക് യൂശഅ ഇബ്നു നൂൻ ഉള്ളതുപോലെ മുഹമ്മദ് നബിയുടെ വസിയാണ് ആര്? അലി ഇബ്നു അബി ത്വാലിബ്. ഈ വസിയ്യവാദം അവതരിപ്പിച്ചപ്പോൾ ആദ്യമായി അതിന് മറുപടി പറഞ്ഞത് ആയിഷ ബീവിയാണ്. മത്താ ഔസ, എപ്പോഴാണ് ആ നബി വസിയത്ത് കൊടുത്തത് എന്നാണ് ആര് ചോദിച്ചത്? ആയിഷ ബീവി ചോദിച്ചാൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. നബി മരിച്ചത് എൻ്റെ നെഞ്ചത്ത് കിടന്നിട്ടാണ്, എൻ്റെ നെഞ്ചിൽ കിടന്ന റസൂല് മരിച്ചത്. ആ മരിക്കുന്ന വേളയിൽ പോലും പ്രവാചകൻ എൻ്റെ മാറിടത്തിലുണ്ടായിരുന്നു. ആ രൂപത്തിൽ റസൂലുള്ളാഹിയുമായി സഹവസിച്ച ഞാൻ കേൾക്കാത്ത വസിയത്ത് ആരാടാ, എപ്പോഴാണടാ ഈ വസിയത്ത് തന്നത് എന്നാണ് ആര് ചോദിച്ചത്? ആയിഷ ബീവിയാണ് ഒന്നാമത്തെ പ്രതിരോധം തീർത്തത്. ആർക്കെതിരെ? ഷിയാക്കൾക്കെതിരെ. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം ഈ വിദണ്ഡവാദം അല്ലെങ്കിൽ അപകടകരമായ വാദം അവതരിപ്പിച്ച് വന്ന ഷിയാക്കളെ പ്രതിരോധിക്കുകയായിരുന്നു ആര് ചെയ്തത്? അഹ്ലുസുന്ന ചെയ്തത്. കാര്യം അത് അഹ്ലുസുന്നക്ക് അതേ ആവശ്യമുള്ളൂ. കാര്യം അവർക്ക് ഒരു പുതിയ അജണ്ടകൾ രൂപപ്പെടുത്തേണ്ടതില്ല. നേരെ മറിച്ച് അവർ നബിയും സഹാബത്തും സ്വീകരിക്കുന്ന വഴിയിലൂടെ
മുന്നോട്ട് പോവുക എന്നതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് വരുന്ന ഈ വിഷജീവികളെ അല്ലെങ്കിൽ കൃമികീടങ്ങളെ പ്രതിരോധിക്കലാണ് ആരുടെ ആവശ്യം? അഹ്ലുസുന്നയുടെ ആവശ്യം. അതാണ് അഹ്ലുസുന്ന വിഷയത്തിൽ നിർവഹിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലായത്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഒന്ന് പുതിയതുണ്ടാക്കി അപകടം സൃഷ്ടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വരികയാണ് ആര് ചെയ്തത്? പുതിയ പുതിയ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചും പ്രതിസന്ധികൾ ഉണ്ടാക്കിയും വളരുകയാണ് ആര് ചെയ്തത്? ഷിയാക്കൾ ചെയ്തത്. അതിനുവേണ്ടി അവർ പുതിയ പുതിയ വാദഗതികളുണ്ടാക്കി, പ്രോപ്പഗണ്ടകളുണ്ടാക്കി, അതുപോലെ തന്നെ പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി അവതരിപ്പിച്ചു. മാത്രമല്ല രാഷ്ട്രീയപരമായി അപകടപ്പെടുത്താൻ ശ്രമിച്ചു. ഒരുപാട് ദുരന്തങ്ങളും കലാപങ്ങളും ഉണ്ടാക്കാൻ ശ്രമിച്ചു. സ്വഹാബികളടങ്ങുന്ന ആളുകളെ കൊല്ലാനും വധിക്കാനും ഒക്കെ അവർ മുന്നിൽ നിന്നും പ്രവർത്തിച്ചു. ആ രൂപത്തിൽ അവർ മുന്നോട്ട് പോയപ്പോൾ സ്വാഭാവികമായ പ്രതിരോധമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ സ്വീകരിച്ച് മുന്നോട്ട് പോയത് എന്നാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒരുപാട് പേരുകൾ അവർ നമുക്ക് ഇട്ട് തരാറുണ്ട്. പല പേരുകൾ, നാസ്ബികളെന്ന് മാത്രമല്ല പല പേരുകളും നമുക്ക് ഇട്ട് തരാറുണ്ട്. യസീദികളെന്ന് വിളിക്കും. യസീദികൾ എന്ന് പറഞ്ഞിട്ട് അതെന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ചേർത്ത് പറയാണ്. ഇതിലേക്ക് യസീദിനെ അനുകൂലിക്കുന്ന യസീദികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എത്രത്തോളം ആക്ഷേപിക്കാൻ പറ്റുമോ അതെല്ലാം അവർ ആക്ഷേപിച്ചു കൊണ്ടിരിക്കും. സ്വഹാബത്തിനെ വെറുതെ വിടാത്ത കൗമാണ് ആര്? ഷിയാക്കൾ. പിന്നെ നമ്മളെ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ.